ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് പഠിച്ച എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഷംന സൈഗോമൈസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോമൈസെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോമൈസെറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, 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 ഓക്കെ. മ്യൂട്ട് ചെയ്തോ. റഹ്മത്ത് ഡ്യൂട്ടറോമൈസെറ്റ്സ് പറ. ഓക്കെ, കീർത്തന സ്ട്രക്ചർ ഓഫ് ഫംഗി പറ. ഓക്കെ, 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 ക്രോമാറ്റിൻ ത്രെഡ് കൊണ്ടാണ്. ഓക്കെ, ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇത്രയാണ് ഫംഗസ്. ഫംഗസിന്റെ എക്സാം ഫ്രൈഡേ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ പാരാസൈറ്റോളജി. അടുത്ത ആരാണ്? ഓക്കെ, തൊയ്ബത്തിന്റെ പുതിയ ഫോണാ? ഓക്കെ, 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 മ്യൂട്ട് ചെയ്തോ. ഓക്കെ, പാരാസൈറ്റോളജി. അടുത്ത ഹെഡിങ് എടുക്കുക, പാരാസൈറ്റോളജി. ഫംഗസിന്റെ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സെക്ഷൻ പാരാസൈറ്റോളജി. ഓക്കെ, എന്താന്ന് നോക്കാം. ഡെഫിനിഷൻ: പാരാസൈറ്റോളജി is the branch of biology or medicine deals with the study of parasites. എന്നോട് പറയാം, പാരാസൈറ്റോളജി is the branch of biology or medicine deals with the study of parasites. അതായത് പാരാസൈറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിന്റെ ബ്രാഞ്ചോ അല്ലെങ്കിൽ മെഡിസിന്റെ ബ്രാഞ്ചോ ആണ്. ഇതിൽ പഠിക്കുന്നത് പാരസൈറ്റ്സിനെ കുറിച്ച് ആണ്. ഒന്നുകൂടി പറയാം, പാരാസൈറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിന്റെ ബ്രാഞ്ചോ അല്ലെങ്കിൽ മെഡിസിന്റെ ബ്രാഞ്ചോ ആണ്. ഇത് പാരസൈറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്നുകൂടി പറയാം, പാരാസൈറ്റോളജി is the branch of biology or medicine deals with the study of parasites. അതായത് പാരാസൈറ്റോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോളജിന്റെയോ അല്ലെങ്കിൽ മെഡിസിന്റെയോ ഒരു ബ്രാഞ്ച് ആണ്. ഇതിൽ പഠിക്കുന്നത് പാരസൈറ്റ്സിനെ കുറിച്ചാണ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക, പാരസൈറ്റ്. പാരസൈറ്റ് എന്ന് സബ് ഹെഡിങ് കൊടുക്കാം. ഓക്കെ, പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ ആൻ ഓർഗാനിസം
which is depend on another organism for its survival. An organism which is depend on another organism for its survival. അതായത് ഇതൊരു ഓർഗാനിസം ആണ്. ഈ ഓർഗാനിസം വേറൊരു ഓർഗാനിസത്തെ അതിന് ജീവിക്കാനായിട്ട് മീൻസ് സർവൈവ് ചെയ്യാൻ മീൻസ് അതിജീവനത്തിനായിട്ട് വേറൊരു ഓർഗാനിസത്തെ അല്ലെങ്കിൽ വേറൊരു ജീവിനെ ആശ്രയിക്കും. അങ്ങനെയുള്ള ഒരു ജീവിയാണ് പാരസൈറ്റ്. അതായത് പാരസൈറ്റ് വേറൊരു ജീവിനെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ്. അതായത് അതിനെ അതിജീവിക്കണമെങ്കിൽ സർവൈവ് ചെയ്യണമെങ്കിൽ മീൻസ് ജീവിക്കണമെങ്കിൽ വേറൊരു ജീവിനെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ജീവിനെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. An organism which is depend on another organism for its survival. അതായത് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസം ആണ്. ഇതിന് ജീവിക്കണമെങ്കിൽ വേറൊരു ജീവിനെ വേറൊരു ഓർഗാനിസത്തെ ആശ്രയിച്ചിരിക്കണം. ക്ലിയർ ആയോ? Okay, continue. It obtains nourishment and shelter from the organism on which it thrives. It obtains nourishment and shelter from the organism on which it thrives. അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള thrives എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് എന്താ പറയുക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് മീൻസ് ആഹാരവും അതുപോലെ തന്നെ ഷെൽട്ടർ സംരക്ഷണവും കിട്ടുന്നത് ഈ ഓർഗാനിസത്തിൽ നിന്ന് ആണ്. അതായത് ഇറ്റ് ഒബ്റ്റെയിൻസ് നറിഷ്മെന്റ് ആൻഡ് ഷെൽട്ടർ ഫ്രം ദ ഓർഗാനിസം ഓൺ വിച്ച് ഇറ്റ് ത്രൈവ്സ്. അതായത് ഈ വേറൊരു ജീവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറഞ്ഞു ആ ജീവിയിൽ നിന്ന് തന്നെയാണ് ഇത് നറിഷ്മെന്റും അതുപോലെ തന്നെ മീൻസ് നറിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ പോഷകം അല്ലെങ്കിൽ ആഹാരവും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഷെൽട്ടറും മീൻസ് ജീവിക്കാൻ ആവശ്യം അല്ലെങ്കിൽ വളരാനായിട്ടുള്ള ഷെൽട്ടറും അതുപോലെ തന്നെ നറിഷ്മെന്റും ഒബ്റ്റെയിൻ ചെയ്യുന്നത് മീൻസ് ആഗിരണം ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് വേറൊരു ജീവിയിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. ഒന്നുകൂടി പറയാം, പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an organism which is depend on another organism for its survival. അതായത് പാരസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസം ആണ് മീൻസ് ജീവിയാണ്. ഇതിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇതിന്റെ ജീവനത്തിനായിട്ട് ഇത് വേറൊരു ജീവിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഇതിന് ജീവിക്കണമെങ്കിൽ വേറൊരു ജീവിനെ ആശ്രയിക്കണം. Then it obtains nourishment and shelter from the organism on which it thrives. ഇതിന് വളരാൻ ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റും ഷെൽട്ടർ എല്ലാം ഈ ജീവിയിൽ നിന്ന് ആണ് വലിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് എടുക്കാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് കൊടുക്കുക. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ്. ഓക്കെ, അതായത് ഈ പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, ഏതെല്ലാം വഴി കൂടിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ. പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് പകരുന്ന വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ കൺജനൈറ്റൽ ഫ്രം മദർ ടു ഫീറ്റസ്. ഒന്നാമത്തെ കൺജനൈറ്റൽ ഫ്രം മദർ ടു ഫീറ്റസ്. അതായത് ജന്മനാ പകരുന്നത്. കൺജനൈറ്റൽ എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ ഉള്ളത്. ഓക്കെ, ജനിക്കുമ്പോൾ തന്നെ അതായത് അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട് പകരും. അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട്. ഇതാണ് ഒന്നാമത്തത്, കൺജനൈറ്റൽ ഫ്രം മദർ ടു ഫീറ്റസ്. അതായത് ജന്മന ഉള്ളത് അതായത് അമ്മയിൽ നിന്ന് കുട്ടിയിലോട്ട് പകരും. ദെൻ സെക്കൻഡ് പോയിന്റ്, ഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂ ദ സ്കിന്ന്. അതായത് സ്കിന്നുമായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യും. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ തന്നെയാണ് അതും, ഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂ സ്കിന്ന്. ദെൻ മൂന്നാമത്തത് സെക്ഷൽ കോണ്ടാക്ട്, മീൻസ് സെക്ഷൽ കോണ്ടാക്റ്റിൽ കൂടിയും സ്പ്രെഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് ക്യാരിയിങ് ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് പാരസൈറ്റ്. അതായത് ഇൻഹേൽ ചെയ്യുന്നത് വഴി മീൻസ് ശ്വസിക്കുന്നത് വഴി. അതായത് എങ്ങനെയാണ് ഡസ്റ്റ് മീൻസ് പൊടികൾ ശ്വസിക്കുന്നത്, ആ പൊടിയിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ടാവും? ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് പാരസൈറ്റ്. അതായത് ആ പൊടിയിൽ പാരസൈറ്റിന്റെ ഇൻഫെക്ഷൻ വരുത്തുന്ന ആ ഒരു സ്റ്റേജ് പ്രസൻസ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത് വഴിയും സ്പ്രെഡ് ചെയ്യും, മീൻസ് ശ്വസിക്കുന്നത് വഴിയും. അതായത് പൊടിയിൽ പാരസൈറ്റ് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള പാരസൈറ്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, ആ ഒരു സ്റ്റേജ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പൊടി ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് പോയിന്റ്, പെനിട്രേഷൻ ഓഫ് ദ സ്കിന്ന് ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് സോയിൽ ഓർ വാട്ടർ സ്ട്രീം. അതായത്
സ്കിന്നിലും നുഴഞ്ഞു കയറും, സ്കിന്നിൽ കൂടെ നുഴഞ്ഞു കയറും, പെനിട്രേറ്റ് ചെയ്യാൻ നുഴഞ്ഞു കയറുക. അതായത് നമ്മൾ സ്കിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോയിലോ അല്ലെങ്കിൽ വാട്ടറോ ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ മീൻസ് മണ്ണ് അല്ലെങ്കിൽ ജലം, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മണ്ണിലോ അല്ലെങ്കിൽ ജലത്തിലോട്ടോ നമ്മുടെ സ്കിന്ന് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ പെനിട്രേറ്റ് ചെയ്യുന്നത് വഴി മീൻസ് നുഴഞ്ഞു കയറും. ഓക്കെ, അങ്ങനെയും സംഭവിക്കാം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഇൻജെക്ഷൻ ഓഫ് contaminated food and water or undercooked meat in which the infective stage has developed. Okay, next point പറഞ്ഞത് injection of contaminated food and water, അതായത് മലിനപരമായിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വാട്ടർ ഒക്കെ നമ്മൾ ഇൻജെക്ഷൻ ചെയ്യുന്നത് മീൻസ് കഴിക്കുന്നത് വഴി വരാം. അല്ലെങ്കിൽ ഓർ അണ്ടർ കുക്ക്ഡ് മീറ്റ് ഇൻ വിച്ച് ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഹാസ് ഡെവലപ്ഡ്, അതായത് മീൻസ് മീറ്റ്, മാംസം വേവിക്കാത്ത രീതിയിലുള്ള മാംസം, ആ മാംസത്തിൽ എന്താ പറയാ ഈ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഡെവലപ്പ് ആണെങ്കിൽ അതും നമുക്ക് സ്പ്രെഡ് ചെയ്യാനൊരു കാരണമാകും. അണ്ടർ കുക്ക്ഡ് മീറ്റ്, അതായത് നമ്മൾ വേവിക്കാത്ത രീതിയിലുള്ള മാംസം, ആ മാംസത്തിൽ ഈ പ്രസൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ടെങ്കിൽ അങ്ങനെയും സ്പ്രെഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ വെക്ടർ. വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് വണ്ട് അതുപോലുള്ള ജീവികൾ, ഏതൊക്കെ ജീവികൾ. ഓക്കെ, ആ ജീവികളിൽ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രൂ ദ ബൈറ്റ് ഓർ ഫീസസ് ഓഫ് ഇൻഫെക്റ്റഡ് വെക്ടർ ഓർ ബൈ സ്വാലോവിങ് ദ വെക്ടർ. അതായത് വെക്ടർ വഴി എങ്ങനെയാ പകരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ വെക്ടർ ബൈറ്റ് ചെയ്യുന്നത് വഴി മീൻസ് കടിക്കുന്നത് വഴി, അല്ലെങ്കിൽ അതിന്റെ ഫീസസ് മീൻസ് അതിന്റെ വേസ്റ്റിൽ പ്രസൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മൾ കോണ്ടാക്ട് വന്നാൽ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ വെക്ടറിനെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ മീൻസ് ആ വെക്ടർ നമ്മുടെ വയറ്റിലെത്തിയിട്ടുണ്ടെങ്കിലും സ്പ്രെഡ് ചെയ്യും. ഓക്കെ, ഒന്നും കൂടി പറയാം. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ് പറയുന്നത്. അതായത് പാരസൈറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതെന്നാണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് കൺജനൈറ്റൽ, ഫ്രം മദർ ടു ഫീറ്റസ്, അതായത് കൺജനൈറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദർ ജന്മന കിട്ടുന്നത്, അതായത് മദറിൽ നിന്നും ഫീറ്റസിലോട്ട്, അമ്മയിൽ നിന്നും കുട്ടിയിലോട്ട് പകരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂ ദ സ്കിന്ന്. ഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂ ദ സ്കിന്ന്, അതായത് സ്കിന്നുമായിട്ട് മീൻസ് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സ്കിന്നുമായിട്ട് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ ഏർപ്പെട്ടാൽ വരും. ദെൻ സെക്ഷൽ കോണ്ടാക്ട്, തേർഡ് വൺ സെക്ഷൽ കോണ്ടാക്ട് കൂടെ പകരും. ദെൻ നെക്സ്റ്റ് വൺ ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് carrying the infective stage of parasite, അതായത് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പാരസൈറ്റ് പ്രസൻസ് ആയിട്ടുള്ള പൊടി, അതായത് പാരസൈറ്റ് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള പാരസൈറ്റ് ഉള്ള പൊടി നമ്മൾ ശ്വസിച്ചിട്ടുണ്ടെങ്കിലും, ഇൻഹേൽ ചെയ്യാന്ന് പറഞ്ഞാൽ ശ്വസിക്കുക, നമ്മൾ ശ്വസിച്ചിട്ടുണ്ടെങ്കിലും വരും. ദെൻ നെക്സ്റ്റ് പോയിന്റ് പെനിട്രേഷൻ ഓഫ് ദ സ്കിൻ ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് സോയിൽ ഓർ വാട്ടർ സ്ട്രീം, അതായത് പെനിട്രേഷൻ ഓഫ് ദ സ്കിൻ മീൻസ് സ്കിന്നിലോട്ടും നുഴഞ്ഞു കയറാം. എങ്ങനെയൊക്കെയാണ്, അതായത് നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോയിലിലോട്ടോ അല്ലെങ്കിൽ എന്താ പറയുക വാട്ടറിലോട്ടൊക്കെ കോണ്ടാക്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സോയിലോ അല്ലെങ്കിൽ വാട്ടറോ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്, അതായത് സ്കിന്നിലോട്ട് നുഴഞ്ഞു കയറാനും ചാൻസ് ഉണ്ട്, അങ്ങനെയും വരാം. ദെൻ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഇൻജെക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ഓർ അണ്ടർ കുക്ക്ഡ് മീറ്റ് ഇൻ വിച്ച് ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഹാസ് ഡെവലപ്ഡ്. ഇൻജെക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലിനപരമായിട്ടുള്ള ജലം അല്ലെങ്കിൽ ആഹാരം നമ്മൾ കഴിക്കുന്നത് വഴി വരാം. ഓർ അണ്ടർ കുക്ക്ഡ് മീറ്റ് ഇൻ വിച്ച് ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഹാസ് ഡെവലപ്ഡ്, അതായത് വേവിക്കാത്ത രീതിയിലുള്ള മാംസം, ആ മാംസത്തിൽ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് വരാം. ദെൻ ലാസ്റ്റ് വൺ വെക്ടർ ആണ്, മീൻസ് ജീവികൾ വഴി, അതായത് ത്രൂ ദ ബൈറ്റ്, അതായത് ഏതെങ്കിലും വെക്ടർ കടിക്കുന്നത് വഴി വരാം, അല്ലെങ്കിൽ ഫീസസ് ഓഫ് ഇൻഫെക്റ്റഡ് വെക്ടർ, ആ വെക്ടറിന്റെ വേസ്റ്റിൽ നിന്ന് മീൻസ് ഫീസസ് മീൻസ് സ്റ്റൂളിൽ നിന്നും നമുക്ക് വരാം, അല്ലെങ്കിൽ ഓർ ബൈ സാലോവിങ് ദ വെക്ടർ, അല്ലെങ്കിൽ നമ്മൾ ആ വെക്ടറിനെ നമ്മൾ വിഴുങ്ങുന്നത് വഴിയും നമുക്ക് സ്പ്രെഡ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. സൈബത്ത് ഓക്കെ, പാരാസൈറ്റോളജി ഡെഫിനിഷൻ പറ. ഓക്കെ
ഓക്കെ ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഫർസാന, പാരസൈറ്റ് എന്താന്ന് പറ. പാരസൈറ്റ് എന്താന്ന് പറ. പാരസൈറ്റ്, പാരസൈറ്റ്. പാരസൈറ്റ് എന്ന് പറഞ്ഞ എന്താന്ന്? പാരസൈറ്റോളജി തൊയ്ബത്ത് പറഞ്ഞു. പാരസൈറ്റ് എന്ന് പറഞ്ഞ എന്താന്ന് പറ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. നിമിഷ, നിമിഷ. ആ കേൾക്കുന്നുണ്ട്. പാരസൈറ്റ് എന്ന് പറഞ്ഞ എന്താ നിമിഷ? മ്യൂട്ട് ചെയ്തോ, മ്യൂട്ട് ചെയ്തോ. സഹല, ഓക്കെ. ആരെങ്കിലും ഓക്കെ മ്യൂട്ട് ചെയ്തോ. ആരെങ്കിലും ആൻസർ പറയാം. പാരസൈറ്റ് എന്ന് പറഞ്ഞ എന്താന്ന് അറിയെങ്കിൽ ആരെങ്കിലും ആൻസർ ചെയ്യും. ഓക്കെ, റഹ്മത്ത് പറ. ഓക്കെ, ഓക്കെ, ഓക്കെ ഗുഡ്. ഷംന, ഷംന. ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ പറ. ഓക്കെ. 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 ഓക്കെ ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇത്രയാണ് എടുത്തത്. നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരസൈറ്റ്. നെക്സ്റ്റ് ഹെഡിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരസൈറ്റ്. പാരസൈറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ഇൻ ദാറ്റ് സബ് ഹെഡിങ് കൊടുക്കുക മോർഫോളജിക്കൽ, മീൻസ് സൈസ് ആൻഡ് ഷേപ്പ്. അതിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മോർഫോളജിക്കൽ എന്ന് കൊടുക്കുക. Okay, in that first point, reduced size for accommodation in the host. Reduced size for accommodation in the host. അതായത് ഇതിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. അതായത് ഇത് ഹോസ്റ്റിനെ അതിജീവിച്ചാന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. വേറൊരു ജീവിനെ അതിജീവിച്ചാണ് വളരുന്നതെന്ന് പറഞ്ഞു. അപ്പം വേറൊരു ജീവിനെ എന്താ പറയാ അതിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ, മീൻസ് അതിനെ തയ്യാറാക്കുന്ന രീതിയിൽ ഇത് സൈസ് കുറച്ചുകൊണ്ട് ഇരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സൈസ് ആണ് റെഡ്യൂസ്ഡ് സൈസ് ഫോർ അക്കോമഡേഷൻ ഇൻ ദ ഹോസ്റ്റ്. ഹോസ്റ്റിൽ സ്റ്റേ ചെയ്യാവുന്ന രീതിയിലുള്ള സൈസ് ഇത് കുറയ്ക്കും. ഓക്കെ, ഓരോ ഹോസ്റ്റിനനുസരിച്ചിട്ട് ഇത് അതിന്റെ സൈസ് കുറച്ചുകൊണ്ടിരിക്കും, സജ്ജീകരിക്കും, അക്കോമഡേഷൻ ചെയ്യും. അത് മീൻസ് തയ്യാറാക്കുക. ഓക്കെ, റെഡ്യൂസ്ഡ് സൈസ് ഫോർ അക്കോമഡേഷൻ ഇൻ ദ ഹോസ്റ്റ്. ഹോസ്റ്റിൽ കയറുന്നതനുസരിച്ചിട്ട് ഇതിന്റെ സൈസ് കുറയ്ക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. റെഡ്യൂസ്ഡ് സൈസ് ഫോർ അക്കോമഡേഷൻ ഇൻ ദ ഹോസ്റ്റ്. ഓൾറെഡി പറഞ്ഞു വേറൊരു ജീവിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പം അതുപോലെയുള്ള ജീവിനെ ആശ്രയിക്കുന്നതനുസരിച്ചിട്ട് ഇതിന്റെ സൈസ് കുറയ്ക്കാനുള്ള കഴിവ് ഉണ്ട്. ക്ലിയർ ആയോ ഒന്നാമത്തെ പോയിന്റ്? ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് സ്യൂട്ടബിൾ ഷേപ്പ് ഫോർ ദെയർ ഹാബിറ്റേറ്റ്സ്. സ്യൂട്ടബിൾ ഷേപ്പ് ഫോർ ദെയർ ഹാബിറ്റേറ്റ്സ്. അതായത് ഇതിന്റെ വാസസ്ഥലത്ത് താമസിക്കുന്ന രീതിയിലുള്ള ഷേപ്പ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പും ഉണ്ട്. ഓക്കെ, അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഫോർ ദെയർ ഹാബിറ്റേറ്റ്സ്. ഹാബിറ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ
വാസസ്ഥലം അല്ലെങ്കിൽ ഇത് താമസിക്കുന്ന സ്ഥലം. താമസിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് നിലകൊള്ളുന്ന രീതിയിലുള്ള ഒരു ഷേപ്പും ഇതിന് ഉണ്ട്. മീൻസ് ഇതിനൊരു ആകൃതിയും ഉണ്ട്. അനുയോജ്യമായിട്ടുള്ള ഇതിന്റെ വാസസ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ആകൃതിയും ഉണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അതായത് വാസസ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആകൃതി അല്ലെങ്കിൽ ഷേപ്പും ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ലാക്ക് ഓഫ് സെൻസസ് ഓർ ലോക്കോമെട്രി ഓർഗൻസ്. അതായത് ഇതിന് സെൻസസ് ഇല്ല. ഓക്കെ. സെൻസ് എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സെൻസ് ഓർഗൻസും അതിന്റെ ഫംഗ്ഷനും ഒക്കെ. അതായത് സെൻസസ് ഇല്ല. അതുകൂടാതെ തന്നെ ലോക്കോമെട്രി ഓർഗൻസും ഇല്ല. ലോക്കോമെട്രി ഓർഗൻസ് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള അവയവങ്ങളും ഇല്ല. മീൻസ് സീലിയ, ഫ്ലാജെല്ല അതൊന്നും ഇല്ല. ഓക്കെ. ലാക്ക് ഓഫ് സെൻസസ് ഓർ ലോക്കോമെട്രി ഓർഗൻസ്. സെൻസസും ഇല്ല, അതുപോലെ തന്നെ ലോക്കോമെട്രി ഓർഗൻസും ഇല്ല. ലോക്കോമേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റിന് സഹായിക്കുന്ന രീതിയിലുള്ള അവയവങ്ങളും ഇല്ല. സെൻസസ് അറിയാലോ, വിഷൻ അതുപോലുള്ള കഴിഞ്ഞ വർഷം പഠിച്ചതാണ് സെൻസ് ഓർഗൻസ്. സെൻസസ് ഒക്കെ അതും ഇല്ല. അതുപോലെ തന്നെ ലോക്കോമെട്രി ഓർഗൻസ് മൂവ്മെന്റിന് സഹായിക്കുന്ന രീതിയിലുള്ള അവയവങ്ങളും ഇല്ല. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് പ്രസൻസ് ഓഫ് തിക്ക് റെസിസ്റ്റന്റ് ഔട്ടർ കവറിംഗ്. പ്രസൻസ് ഓഫ് തിക്ക് റെസിസ്റ്റന്റ് ഔട്ടർ കവറിംഗ്. ഇതിന് പുറം ഭാഗത്തായിട്ട് എന്താ പറയാ, തിക്കായിട്ടുള്ള വളരെ കട്ടിയുള്ള പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ടർ കവറിങ് ഉണ്ട്. ഇതിന്റെ പുറം ഭാഗത്ത് പൊതിഞ്ഞ് എന്താ പറയാ വളരെ കട്ടിയുള്ള അല്ലെങ്കിൽ റെസിസ്റ്റന്റ് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ടർ കവറിങ് ഉണ്ട്. പ്രസൻസ് ഓഫ് തിക്ക് റെസിസ്റ്റന്റ് ഔട്ടർ കവറിങ്. അതായത് കട്ടിയുള്ള പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ടർ കവറിങ്, പുറമേ ഉള്ള ഒരു ആവരണം ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് പ്രസൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് മൗത്ത് പാർട്സ്. പ്രസൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് മൗത്ത് പാർട്സ്. അതായത് ഇതിന് പ്രത്യേകം രീതിയിലുള്ള മൗത്ത് പാർട്സ് ഉണ്ട്. മൗത്ത് പാർട്സ് ഉണ്ട്. മൗത്തുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ട്. സ്പെഷ്യൽ ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള മൗത്ത് പാർട്സ് ഉണ്ട്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് presence of penetrating and attachment organs. Presence of penetrating and attachment organs. അതായത് പെനിട്രേറ്റ് ചെയ്യാൻ മീൻസ് നുഴഞ്ഞു കയറാനും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാൻ മീൻസ് ഒട്ടിപ്പിടിക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള അവയവങ്ങൾ ഉണ്ട്. പ്രസൻസ് ഓഫ് പെനിട്രേറ്റിംഗ് ആൻഡ് അറ്റാച്ച്മെന്റ് ഓർഗൻസ്. അതായത് നുഴഞ്ഞു കയറാനും അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ കൂടിച്ചേരാനും സഹായിക്കുന്ന രീതിയിലുള്ള ഓർഗൻസ് അവയവങ്ങൾ ഉണ്ട്. ക്ലിയർ? ഓക്കെ. ഒന്നുകൂടി പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരസൈറ്റ് ആണ് പറഞ്ഞത്. അതിലെ ഫസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക്സ് മോർഫോളജിക്കൽ ആണ്. ആ മോർഫോളജിക്കൽ പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത് റെഡ്യൂസ്ഡ് സൈസ് ഫോർ അക്കോമഡേഷൻ ഇൻ ദ ഹോസ്റ്റ്. അതായത് ഹോസ്റ്റിൽ വേറെ ജീവിയിൽ കയറുന്ന രീതിയിലുള്ള കയറുന്നതിനനുസരിച്ച് അതിന്റെ സൈസ് കുറയ്ക്കാൻ കഴിയും. സൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് സൂട്ടബിൾ ഷേപ്പ് ഫോർ ദെയർ ഹാബിറ്റേറ്റ്സ്. അതായത് ഇതിന് വാസസ്ഥലത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ആകൃതി ഉണ്ട്, അല്ലെങ്കിൽ ആകൃതി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ദെൻ തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ലാക്ക് ഓഫ് സെൻസസ് ഓർ ലോക്കോമെട്രി ഓർഗൻസ്. സെൻസസും ഇല്ല, അതുപോലെ തന്നെ ലോക്കോമെട്രി മൂവ്മെന്റിന് സഹായിക്കുന്ന രീതിയിലുള്ള ഓർഗൻസ് അവയവങ്ങളും ഇല്ല. നെക്സ്റ്റ് പോയിന്റ് പ്രസൻസ് ഓഫ് തിക്ക് റെസിസ്റ്റന്റ് ഔട്ടർ കവറിംഗ്. അതായത് ഇതിന് ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. അത് തിക്കാണ്, മീൻസ് കട്ടിയുള്ളതും അതുപോലെ തന്നെ റെസിസ്റ്റന്റ് ആണ്, പ്രതികരിക്കുന്നതും ആണ്. കട്ടിയുള്ളതും പ്രതികരിക്കുന്നതുമായിട്ടുള്ള ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്, പുറമേ ഉള്ള ഒരു ആവരണം ഉണ്ട്. ദെൻ നെക്സ്റ്റ് പോയിന്റ് പ്രസൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് മൗത്ത് പാർട്സ്. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള മൗത്ത് പാർട്സും പ്രസന്റ് ആണ്, പ്രത്യേകമായിട്ടുള്ള മൗത്ത് പാർട്സും ഉണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ് പ്രസൻസ് ഓഫ് പെനിട്രേറ്റിംഗ് ആൻഡ് അറ്റാച്ച്മെന്റ് ഓർഗൻസ്. അതായത് നുഴഞ്ഞു കയറാനും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാൻ മീൻസ് ഒട്ടിപ്പിടിക്കാനും സഹായിക്കുന്ന രീതിയിലുള്ള അവയവങ്ങൾ ഉണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഷാനിബ? ഓക്കെ. മോർഫോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പറ.
then lack of senses or locomotory organs. മൂവ്മെന്റിന് സഹായിക്കുന്ന അവയവങ്ങളും ഇല്ല. ഓക്കെ ഗുഡ്. എത്രയാണ് മോർഫോളജിക്കലില് വരുന്നത്. നെക്സ്റ്റ് ഫിസിയോളജിക്കൽ. അടുത്ത സബ് ഹെഡിങ് കൊടുക്കുക ഫിസിയോളജിക്കൽ. ഫിസിയോളജിക്കൽ വരുന്ന പോയിന്റ്സ് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് increased respiratory efficiency for survival in areas with low oxygen concentration. Increased respiratory efficiency for survival in areas with low oxygen concentration. അതായത് ഇതിന് എന്തിനുള്ള കഴിവുണ്ട്? ലോ ഓക്സിജൻ കോൺസെൻട്രേഷൻ, ഓക്സിജന്റെ അളവ് കുറഞ്ഞ ഏരിയയിലും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യും? അതിന്റെ റെസ്പിറേറ്ററി ആയിട്ടുള്ള കഴിവ്, ശ്വസനമായിട്ടുള്ള കഴിവ് കൂട്ടും. അതായത് അതിജീവിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അതായത് ഓക്സിജൻ കുറഞ്ഞ ഏരിയയിലും അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഈ പാരസൈറ്റ്സ് എന്ത് ചെയ്യും? അതിന്റെ റെസ്പിറേറ്ററി എഫിഷ്യൻസി മീൻസ് ശ്വസിക്കാനുള്ള കഴിവ് കൂട്ടും. അതാണ് ഒന്നാമത്തെ ഫിസിയോളജിക്കൽ വരുന്നത്. ഇൻക്രീസ്ഡ് റെസ്പിറേറ്ററി എഫിഷ്യൻസി ഫോർ സർവൈവൽ ഇൻ ഏരിയാസ് വിത്ത് ലോ ഓക്സിജൻ കോൺസെൻട്രേഷൻ. അതായത് ഓക്സിജന്റെ അളവ് കുറഞ്ഞ ഏരിയയില് ഇതിന് ജീവിക്കാൻ വേണ്ടിയിട്ട് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യും? ഇതിന്റെ റെസ്പിറേറ്ററി എഫിഷ്യൻസി മീൻസ് ശ്വസിക്കാനുള്ള കഴിവ് കൂട്ടും. ക്ലിയർ ആയോ? ഓക്കെ. സെക്കൻഡ് പോയിന്റ് immune evasion to evade host immune system. Immune evasion to evade host immune system. Immune evasion എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്നാണ് രക്ഷപ്പെടാൻ വേണ്ടി. ഇവേഡ് ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇമ്മ്യൂൺ ഇവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഓക്കെ, ടു ഇവേഡ് ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന്, അതായത് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഹോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു ജീവിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടും. അതിനുള്ള അങ്ങനെ ഒഴിഞ്ഞു മാറാനുള്ള കഴിവ് ഉണ്ട്. ഇമ്മ്യൂൺ ഇവേഷൻ ടു ഇവേഡ് ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുക, ഇവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക. ഓക്കെ, ഇമ്മ്യൂൺ ഇവേഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കഴിവുണ്ട്. ടു ഇവേഡ് ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ഫിസിയോളജിക്കല് വരുന്നത്. നെക്സ്റ്റ് അടുത്ത റീപ്രൊഡക്റ്റീവ്. ഒന്നാമത്തത് മോർഫോളജിക്കൽ, രണ്ടാമത്തത് ഫിസിയോളജിക്കൽ, മൂന്നാമത്തത് റീപ്രൊഡക്റ്റീവ്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് പ്രൊഡക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് ഫോംസ് ടു റെസിസ്റ്റ് ദ host defenses in future generations. Production of resistant forms to resist the host defense in future generations. അതായത് ഇത് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റന്റ് ഫോംസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെസിസ്റ്റന്റ് ഫോം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു രൂപത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രൂപത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിനെ ഹോസ്റ്റിന്റെ ഡിഫൻസിൽ നിന്ന്, ഹോസ്റ്റിന്റെ പ്രവർത്തനത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആണ്, അല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട്. റെസിസ്റ്റിംഗ് ഹോസ്റ്റ് ഡിഫൻസസ്, അതായത് ഹോസ്റ്റിന്റെ പ്രവർത്തനത്തിൽ നിന്ന് ഇതിനെ എന്താ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇതൊരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോംസ് രൂപം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നൊരു പറയാം, പ്രൊഡക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് ഫോംസ്, അതായത് ഒരു റെസിസ്റ്റന്റ് ഫോമിനെ മീൻസ് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു രൂപത്തെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു റെസിസ്റ്റ് ദ ഹോസ്റ്റ് ഡിഫൻസ് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് ഇത് ഹോസ്റ്റ് ഡിഫൻസിൽ നിന്നും അടുത്ത ജനറേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ. ഒന്നാമത്തെ പോയിന്റ് പ്രൊഡക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് ഫോംസ് ടു റെസിസ്റ്റ് ദ ഹോസ്റ്റ് ഡിഫൻസ് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് ഇത് ഒരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോമിനെ രൂപം കൊള്ളിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റന്റ് ഫോം എന്നുണ്ടെങ്കിൽ പ്രതികരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു രൂപത്തെ ഉണ്ടാക്കുന്നുണ്ട്. ആ രൂപം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത ജനറേഷനെ അല്ലെങ്കിൽ അടുത്ത തലമുറയെ ഹോസ്റ്റിന്റെ പ്രതിരോധ പ്രവർത്തനത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഓക്കെ, ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. താങ്ക് യു.